അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമ്മൾ ബുദ്ധി ഉറച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ ഓർമ്മ വെച്ച അന്ന് മുതൽ നമ്മൾക്ക് മതശാസനകൾ നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതായി എണ്ണപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാനാണ്, കേൾക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നിസ്കരിച്ചത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? 5 നേരം ദിനേന എന്നോണം ചുരുങ്ങിയത് നമസ്കരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സംശയം? ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യേണ്ട ഹജ്ജിനെക്കുറിച്ച്, ഉംറയെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിസ്കാരത്തെക്കുറിച്ച് എങ്ങനെ സംശയം ഉണ്ടാകാം? ഓരോരുത്തരുടെ നിസ്കാരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇയാളെ നിസ്കാരം ശരി, ഞാൻ ഓനെ പിന്നാലെ നിസ്കരിക്കൂല, ഓനെന്താ അങ്ങനെ വിരല് ചലിപ്പിക്കണം, ഓനിങ്ങനെ അത്തഹിയാത്തിൽ പിന്നെ വേറൊരു കോലത്തിലാണ്, ഓൻ റിക്കൂവിന് ശേഷം എഴുത്തതാൽ ഓൻ്റെ പിന്നാലെ ഞാൻ നിസ്കരിക്കൂല, ഞാൻ വേറെ പള്ളിക്ക് പോവാണ്. അങ്ങനെ നിസ്കാരത്തുമ്പോൾ തുടങ്ങി സ്വലാത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായ അഭിപ്രായ അന്തരങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു തന്നെ വീണ്ടും പഠിക്കുക, വീണ്ടും കേൾക്കുക. ഒരു പക്ഷേ ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാണ് ശരി എന്നായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളെ മൗലവി വജ്ജത്ത് ഓതലില്ല എന്ന് പറയും. അതെന്ത്? അയാൾ പെട്ടെന്ന് തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ തന്നെ ഫാത്തിഹ ഓതുന്നുണ്ടല്ലോ. അപ്പോൾ അയാളോട് പറയാം നമുക്ക്, അല്ല വജ്ജഹത്തുവിന് പകരം ചെറിയ പ്രാർത്ഥനകളുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങളിതുവരെ പഠിച്ചു. നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ മദ്രസ 5 വരെ പഠിച്ചിരിക്കണം. 5 വരെ പഠിച്ചോടുകൂടി അയാൾ ഇസ്ലാമിൻ്റെ എല്ലാം അറിഞ്ഞു എന്നൊരു ധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് നന്നായി പഠിക്കണം. ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിഫത്തു സ്വലാത്തിൻ നബി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിന് മലയാളത്തിൽ പരിഭാഷയുണ്ട്. ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം ചുരുക്കിയതാണ്. ഇതിൻ്റെ ഒറിജിനൽ കിതാബ് 3 വാള്യത്തിലാണ്. 3 വാള്യം. അതിൽ ഓരോ വാള്യം ചിലപ്പോൾ ഒരു 400-500 പേജ് ഉണ്ടാവും. അങ്ങനത്തെ 3 വാള്യം എന്ന് പറഞ്ഞാൽ 1500 അല്ലെങ്കിൽ 1200, 1300 പേജ്. ആ 1300 പേജിൽ നിന്നും ചുരുക്കി കൊണ്ടുവന്ന ഒരു പുസ്തകമാണത്. ഇതിൽ തെളിവുകൾ പൂർണ്ണമായി കൊടുക്കുന്നില്ല. ഇതൊരു പുസ്തകം. അപ്പോൾ ഇതിന് തന്നെ എത്ര പേജുണ്ട്? ഇതിന് തന്നെ 176 പേജുകളുണ്ട്. പിന്നെ ഒന്നുള്ളത് സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, വിശ്വാസിയുടെ നമസ്കാരം. സയ്യിദ് അൽ കഹ്താനി റഹിമഹുള്ളയുടെ കിതാബാണ്. അത് ഒറ്റ വാള്യത്തിലാണ്. അതിനുണ്ടാവും ഒരു 600-700 പേജ് നിസ്കാരത്തെക്കുറിച്ച്. ഇതൊക്കെ ഈ ആധുനികരായ ആളുകളുടെ ഗ്രന്ഥങ്ങളാണ്. പഴയ കാലത്തുള്ള ആളുകളുടെ ഫിഖ്, ഷാഫി മദ്ഹബിലാട്ടെ, ഹനഫി മറ്റേത് മദ്ഹബിലാട്ടെ, അവരൊക്കെ ഫിഖ് ആരംഭിക്കുക, ഫിഖിൻ്റെ കിതാബ്, കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥം ആരംഭിക്കൽ തുടക്കത്തിൽ കിതാബു ത്വഹാറ, ശുദ്ധീകരണം എന്നുള്ള അധ്യായമാണ്. ആ ശുദ്ധീകരണത്തിൽ നജസ് എന്താണ്, നജസിൽ നിന്ന് ശുദ്ധീകരിക്കൽ എന്താണ്, എന്താണ് പിന്നെ തഹൂറായ വെള്ളം, താഹിറായ വെള്ളം, നജസായ വെള്ളം, പിന്നെ ഉളു, കുളി, തയമ്മം, ഹുഫയിൽ തടവൽ, പിന്നെ
പിന്നെ വല്ല നിസ്കാരത്തിലേക്ക് സ്വലാത്ത്. ആ നിസ്കാരം ഉണ്ടാവും കുറേ വാള്യങ്ങൾ, കുറേ. ഇപ്പോൾ പിന്നെ ഇബ്നു ഖുദാമയുടെ അൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥമാകട്ടെ, അല്ലെങ്കിൽ ഇമാം നബിയുടെ അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥമാകട്ടെ, അതൊക്കെ എത്രയോ വാള്യങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു ഇരിപ്പോടുകൂടി എനിക്കിനി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകും, എല്ലാം ഇവിടെ നിന്ന് തീർത്ത് പോകാം എന്ന് വിചാരിച്ചാൽ എന്താ നടന്നോളാം എന്നില്ലാന്ന് ഞാൻ പറഞ്ഞത്. അതിന് മാത്രമുള്ളൊരു വക എൻ്റെ കയ്യിലില്ല താനും. അപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ഈ പിന്നെ ഒരു പ്രസൻറ്റേഷനായിട്ട് ഒന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനപ്പം നമ്മൾ നിസ്കരിക്കുന്നത്? നിസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സാധാരണ ചെറുപ്പം മുതലേ നിസ്കരിച്ച് വന്നിരുന്ന ആളുകൾക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് വൈകിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു പൊറുതിയേടാണ്, അല്ലേ? വല്ലാത്ത പ്രശ്നനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, സമയം എത്രയായി, ഈ കല്യാണം കൊണ്ട് ഈ തക്കാരം കൊണ്ട് വല്ലാത്തൊരു പൊറുതിയേടാണ്. ഒരു നമസ്കാരമെങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന പറയാ അത്രമാത്രം വേദനയാണ്. നല്ല ലക്ഷണമാണ്. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം യഥാർത്ഥത്തിൽ സ്വീകാര്യോഗ്യമായ ഒരു നിസ്കാരമായി പരിഗണിക്കപ്പെടുന്നുണ്ടോ ചിന്തിക്കണം. നമസ്കാരം കൊണ്ടുള്ള ലക്ഷ്യം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികെട്ട സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു. നമസ്കാരം എന്ന് മാത്രമല്ല, എല്ലാ ഇബാദത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിന്മകൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അറവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങൾ ബലിയറുക്കുന്നതിലൂടെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന നിങ്ങളെ തഖ്വയാകുന്നു, സൂക്ഷ്മതാബോധമാവും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സൂറത്ത് മുഅ്മിനൂൻ ആരംഭിച്ച വിശ്വാസികൾ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂഅ് ഉള്ളവരാകുന്നു, ഭയഭക്തി ഉള്ളവരാകുന്നു. അപ്പൊ ഇതിനാണ് നമസ്കാരം. അതുകൊണ്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജനങ്ങൾ ചോദിച്ചു, അല്ല ശുഐബേ, ഞങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു വന്നിരുന്ന ചില മൂർത്തികളുണ്ട്, അതിനെയൊക്കെ ആരാധിക്കരുത്. ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അള്ളാഹ് പറയുന്നതിനനുസരിച്ചേ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നിന്നെ കൽപ്പിച്ചത്, നിന്നോട് പറഞ്ഞത്, നിന്നെ അതിന് പ്രേരിപ്പിച്ചത് നിന്റെ നമസ്കാരമാണോ? നിന്റെ നിസ്കാരം കൊണ്ടാണോ നീ ഞങ്ങളോട് പറഞ്ഞത്? അപ്പോൾ സത്യത്തിൽ നമ്മളെ നിസ്കാരം കൊണ്ട് എന്തെന്നറിയോ, വലിയൊരു മാറ്റം ഉണ്ടാകണം. ആ സ്ത്രീയുടെ കഥ നിങ്ങൾക്ക് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടു. നബിയെ, ആ സ്ത്രീ രാത്രി നിസ്കരിച്ചു, ഖിയാമുൽ ലൈലൊക്കെ നന്നായി നിസ്കരിക്കും, ഭയങ്കര ഖിയാമുൽ ലൈൽ അടക്കം നിസ്കരിക്കാത്ത സ്ത്രീയാണ്. പിന്നെയോ രാവിലെ എന്നും നോമ്പ് വിൽക്കാറ്, നോമ്പുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വലാകിൻ തുഅ്ദി ജാറഹ, നാവ് കൊണ്ട് അയൽവക്കക്കാർക്ക് യാതൊരു സ്വൈര്യമില്ല. തെറി പറഞ്ഞിട്ടും വേണ്ടാത്തത് പറഞ്ഞിട്ടും നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഖിയാമുൽ ലൈൽ നിസ്കരിക്കും, നിസ്കാരം കറക്റ്റാണ്, ഫർളിനെ പുറമെ സുന്നത്തൊക്കെ ഉണ്ട്. നബി എന്താ പറഞ്ഞത്? കുഴപ്പമില്ല, നല്ല നിസ്കാരക്കാരത്തിയല്ലേ, നല്ല അജ്ജുമ്മയല്ലേ? അല്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിലാണ്. എന്ത്? ആ നമസ്കാരം കൊണ്ടുള്ള ഫലം ഉണ്ടായില്ല. ചില മരുക്കൾക്കൊന്നും യാതൊരു സ്വൈര്യം ഉണ്ടാവില്ല, എന്നാലോ
ആ ഉമ്മമ്മ എല്ലാ QHLS ക്ലാസ്സിനുണ്ടാവും, എല്ലാ പരിപാടിക്കും ഉണ്ടാവും. മരുമോളട്ട് ഇങ്ങനെ ക്ഷ വരപ്പിക്കും. വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഇനിയിപ്പോൾ അത് തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ മിക്കവാറൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വേറെ സത്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റിക്കോളി, അല്ലെങ്കിൽ നിസ്കാരത്തിന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, നിസ്കാരത്തിന് എന്ത് വേണം? ഒരു ചടങ്ങ്, ഒരു കർമ്മം, ഒരു എക്സസൈസ് എന്നല്ല, മറിച്ച് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന്. അതാണ് നിസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ. ഈ പതിര് കണ്ടില്ല നിങ്ങൾ? നെല്ലിൻ്റെ പതിര്, അത് കുറേ ഉണ്ടായിട്ട് ഒരാൾക്ക് കൊടുത്ത് വിചാരിക്കുക, വല്ല ഫലമുണ്ടോ? ഒരു 10 ചാക്ക് പതിര് അത് കൊണ്ടുവരിക, ഒരു സാധനം ഇജ്ജ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിയാൽ പതിരാണ്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ കൂടെ എന്നോട് ഏൽപ്പിച്ചിരിക്കുകയാണോ എന്നല്ല ചോദിക്കുക. നമ്മൾ റബ്ബിന് കൊടുക്കേണ്ട നമസ്കാരം അതിൽ ഖുശൂഉല്ല, ഭയഭക്തിയില്ല, കൃത്യസമയത്തുമല്ല, വേണ്ട പോലെ നബി ചെയ്തതുപോലെയല്ല, തോന്നിയതുപോലെ, തോന്നിയ സമയത്ത്, തോന്നിയ നേരത്ത്, തോന്നിയ കോലത്തിലാണ് എങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ നിസ്കാരം കിട്ടിയിട്ട് വേണ്ട. ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരിൽ നിന്ന് നിരാശ്രയനാകുന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നത് വളരെ കറക്റ്റായിട്ടായിരിക്കണം കൊടുക്കേണ്ടതെന്നാണ്. മുൻഗാമികളുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സഹായിമാരുടെ ചരിത്രം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ബിലാലെ ഇജ്ജ് ബാങ്ക് കൊടുക്കുക, ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകട്ടെ. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എനിക്കൊരു കൺകുളിർമ. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, പക്ഷെ എനിക്കൊരു കൺകുളിർമ, ഒരു സുഖം, ഒരു സ്വസ്ഥത അത് ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണെന്നാണ്. മഹാനായ ഖുബൈബ് ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യാൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബന്ദിയാക്കി പിടിക്കപ്പെട്ടു, മക്കയിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറെടുക്കുക. അപ്പോൾ അദ്ദേഹം അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, 2 റക്അത്ത് നിസ്കരിക്കാൻ എന്നെ വിട്ടേക്കണം. നിസ്കരിച്ചോ? അദ്ദേഹം പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സുദീർഘമായി നമസ്കരിക്കാനാണ് താല്പര്യം, കാരണം എൻ്റെ റബ്ബുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. പക്ഷെ ഞാൻ അങ്ങനെ സുദീർഘമായി നമസ്കരിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കും, എനിക്ക് മരണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെ നിസ്കാരം നീട്ടുകയാണെന്ന്. ആ ഒരു തെറ്റിദ്ധാരണ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ദീർഘമായി നമസ്കരിക്കുമോ. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അവർ കൊന്നു കളഞ്ഞത്. നമുക്ക് എന്താ നമ്മളാഗ്രഹം? എനിക്ക് എൻ്റെ കുട്ടികളെ പെണ്ണുങ്ങളെ ഒന്ന് കാണണം എന്നല്ലേ പറയാം, നിസ്കരിക്കണം എന്നായിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴി രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ഇനി നമുക്കൊന്ന് വിശ്രമിക്കുക. അപ്പോൾ 2 ആൾക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ, നിങ്ങൾ കാവിൽ നിന്നോളി, നിങ്ങൾ ഉറക്ക ഇളക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അൻസാരിയും ഒരു മുഹാജിറും തയ്യാറായി. ഇവർ 2 ആളും വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തക്കം നോക്കി ഒരാൾ പിന്നാലെ വരുന്നുണ്ട്. എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുക, അവിടെ വകവരുത്തണം. കുറേ നേരം ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, 2 ആളും വേണ്ടില്ല, ഞാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ കിടന്നോളിയും, ഇവിടെ ഇപ്പം എന്താ പേടിക്കാൻ. അദ്ദേഹം കിടന്നു. ഇനി ഇദ്ദേഹം ഒരാൾ മാത്രമല്ല. അദ്ദേഹത്തിന് തോന്നി, രാത്രിയല്ലേ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ പറ്റിയ സമയം അല്ലേ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രികാലങ്ങളിൽ കിടക്കപ്പായന്മാരുടെ പാർശ്വഭാഗങ്ങൾ എണീറ്റ് വരും, ആഗ്രഹത്തോടുകൂടിയും അഭിലാഷത്തോടുകൂടിയും ഭയത്തോടുകൂടിയും റബ്ബിനോട് പ്രാർത്ഥിക്കും. വലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവർക്ക് അല്ലാഹ് എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കില്ല.
അപ്പോൾ നിസ്കരിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ ഇനി ആരും കാവലില്ല. ഈ സമയത്ത് ശത്രുഭടൻ അവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് നേരെ നിസ്കരിക്കുന്ന ആള് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സുഖാണ്, നിരത്ത. അങ്ങനെ അമ്പ് നേരെ അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് തറച്ചു. വേദന ഉണ്ട്, അറിഞ്ഞു, രക്തം പോകുന്നുണ്ട്. രണ്ടാമത്തതും മൂന്നാമത്തതും. അപ്പോ ഉറങ്ങിയ ആൾ എണീറ്റു. കാണുന്ന കാഴ്ച എങ്ങനെ? ഇമാം അബൂദാവ് ഉദ്ധരിക്കുന്ന, അൽബാനി ഹസനാക്കിയ ഹദീസാണ്. അങ്ങനെ നിസ്കാരം അദ്ദേഹം ചോദിച്ചു, അല്ല ആദ്യത്തെ അമ്പങ്ങ് തറച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നമുക്ക് ഒരു കൊതുക് പാറുമ്പോഴേക്കാണ് ആ കൂടെ അസ്വസ്ഥത. അവിടെ ചൊറിഞ്ഞ്, ഇവിടെ ചൊറിഞ്ഞ്, അവിടെ മാന്തി, ഇവിടെ മാന്തി. കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹാ, ഞാനൊരു സൂറത്ത് ഇങ്ങനെ ഓതിയിരുന്നു. അൽഹംദുലില്ലാഹില്ലദി, സൂറത്ത് അൽ കഹ്ഫ് ഇങ്ങനെ ഓത്. വല്ലാത്തൊരു അനുഭൂതി, അതൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് ആ സഹാബി പറഞ്ഞത്. അതാണ് അവരുടെ നിസ്കാരവും ഖുശൂഉം. മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അല്പകാലം ഹിജാസിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മിൻജനീഖ് പഴയകാലത്തെ ബീരങ്കി ഉപയോഗിച്ച് കഅബാലയത്തിന് കേടുവരുത്തി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ കഅബാലയത്തിന് നേരെ മിൻജനീഖ് ഉപയോഗിക്കുമ്പോഴും അദ്ദേഹം സുജൂദിലും നമസ്കാരത്തിനുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുൻഗാമികളുടെ നമസ്കാരം, നമ്മുടെ നമസ്കാരം. ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അവരുടെ മറ്റൊരു മകനാണ് ഉർവ ഇബ്നു സുബൈർ. താബിഈങ്ങളിൽ വളരെ പ്രമുഖനും മദീനക്കാരിലെ വലിയ പണ്ഡിതനും ഫുഖഹാ അസ്സബഅ, മദീനയിലെ 7 പണ്ഡിതന്മാരിൽപ്പെട്ട അഗ്രഗണ്യനുമാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ മദീനയിൽ, വലിയ പണക്കാരനാണ്, മദീനയിൽ നിന്ന് ഭരണാധികാരിയെ, ഡമാസ്കസിലെ ഉമവി ഭരണാധികാരി അങ്ങോട്ടും ചെല്ലാൻ പറഞ്ഞു. ആ യാത്രയിൽ അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങളുണ്ട്. ഒരു പരീക്ഷണം അദ്ദേഹത്തിന് ഇന്നത്തെ കാലത്ത് ക്യാൻസർ ഒക്കെ പറയാവുന്ന മാരകമായ രോഗം കാലിന് ബാധിച്ചു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, കാല് മുറിക്കുകയല്ല അതിൻ്റെ രക്ഷയില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അത് കടന്നു കയറുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്പം മദ്യം തരാം, അന്നത്തെ പോലുള്ള സാധന സാമഗ്രികളൊന്നും ഇല്ലല്ലോ, അപ്പം നിങ്ങളെ ബോധം പോവും, അപ്പം ഞങ്ങൾ കാല് മുറിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, മദ്യം കഴിച്ച് ബോധം നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ കാര്യങ്ങൾ മുറിക്കണ്ട. നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കാരത്തിലാവുമ്പോൾ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണെന്ന് പറഞ്ഞ് ആ നമസ്കാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചത് എന്ന് ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാർ ബിദായ നിഹായിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മുൻഗാമികളുടെ നമസ്കാരമാണ്, അവരുടെ ഖുശൂ ആണ്. അതിൻ്റെ അർത്ഥം നിസ്കാരത്തിന് ഒന്നും അറിയില്ല, ഈ ലോകവുമായി വിട്ട് വേറെ ഏതോ ലോകത്തിലൂടെ സഞ്ചരിക്കുമെന്നല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ബാക്കിൽ കുട്ടികൾ കരയുന്നത് കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. പക്ഷെ ഏതായിരുന്നാലും ശരി, നമ്മുടെ നമസ്കാരത്തിൽ റബ്ബിന് സമർപ്പിക്കുന്ന അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹി, അല്ലാഹുവിന് സമർപ്പിക്കുന്ന സമ്മാനമാണ്. അത് കൊടുക്കാൻ പറ്റിയതാകണം. കാമ്പും കഴമ്പും തൂക്കവും ഭംഗിയുമുള്ള നമസ്കാരമായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് വേണ്ടതൊന്ന്, നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ബോധം ഉണ്ടാകണം. ഞാൻ ഇപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിനും എന്തിനാണ് നിസ്കരിക്കുന്നതാണ് പറയുന്നത്. ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഒരു MLA ഇതിൽ വരികയാണെങ്കിൽ, ഒരു മന്ത്രിന് വരിക, അല്ല പ്രധാനമന്ത്രി, അല്ല പ്രസിഡന്റ് വരികയാണെങ്കിൽ എന്തെല്ലാം സെറ്റപ്പ് ആയിരിക്കും. ഇവിടെ റോഡിൽ ഒരു കുഴി ഉണ്ടാവില്ല, ഒരു കുണ്ടും ഉണ്ടാവില്ല, ഒരു വൃത്തികേടും ഉണ്ടാവില്ല. ജനങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, വളരെ ഹാപ്പിയിലായിരിക്കും, അല്ലേ? ഒരു ഭരണാധികാരി, ഒരു MLA, ഒരു പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, അയാളെ കാണുമ്പോൾ പോട്ടെ, നമ്മൾക്ക് അന്നം തരുന്ന മുതലാളി, നമ്മൾ ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നത് അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ, അപ്പോൾ അങ്ങനെയെങ്കിൽ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹാപ്രപഞ്ചങ്ങളുടെ ലോകങ്ങളുടെ രക്ഷിതാവ്. ആനമങ്ങാടും പെരിന്തൽമണയും നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി എന്നെ മുക്കും മൂലയും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പെരിന്തൽമണ്ണയും പരിസരവും എല്ലാ മുക്കും മൂലയും കാണാൻ സാധ്യതയില്ല. അങ്ങനെ മലപ്പുറം ജില്ല കണ്ടിട്ടുണ്ടോ? അങ്ങനെ കേരളം കണ്ടിട്ടുണ്ടോ? ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഏഷ്യ കണ്ടിട്ടുണ്ടോ? ഭൂമി കണ്ടിട്ടുണ്ടോ? ഭാഗം കണ്ടിട്ടുണ്ടോ? സമുദ്രം കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി എന്നൊക്കെ പറഞ്ഞ സൗരയൂഥം, അതേപോലെ തന്നെ ഗാലാക്സികൾ, നക്ഷത്രങ്ങൾ, കോടാന 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 കോടി നക്ഷത്രങ്ങൾ, അതിൻ്റെ എല്ലാം സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ ആ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ആ റബ്ബ് എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളും ഒക്കെ അറിയുന്നവനാണ് എന്ന ബോധത്തോടുകൂടി നിൽക്കാൻ സാധിക്കണം. അപ്പൊ ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? ആ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹു തബാറക വതആല അസ്ന അലയ്യ അബ്ദി. സ്കാത്തില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയും, അതാ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നതിനനുസരിച്ച് അല്ലാഹ് ഇങ്ങനെ അപ്പപ്പോ തരികയാണ്. അവസാനം അല്ലാഹ് പറയും, ഇതാ ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഇടയിലുള്ള ഒരു ഉടമ്പടിയാണ്. ഫലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ റബ്ബുമായുള്ള ഒരു മുനാജാത്ത്, ഒരു രഹസ്യ സംഭാഷണമാണ്. അതുകൊണ്ട് സുജൂദിൽ കിടന്ന് സുദീർഘമായി മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലത്ത് ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് കാലിൻ്റെ മുട്ടെല്ലാം നീരുകെട്ടി വീർത്തു പോയത്. എന്നിട്ടും ആയിഷ, അള്ളാഹ്ന്റെ മുമ്പിൽ ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരാൻ നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. അൽ ബഖറ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു 100 ആയത്ത് എത്തുമ്പോൾ ഒന്ന് റുക്കൂയിലേക്ക് പോകുമെന്ന് നിർത്തിയില്ല. 100 ആയത്തെ. അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ആയിക്കോട്ടെ, അൽ ബഖറ കഴിയുമ്പോൾ റുക്കൂയിലേക്ക് പോകുമെന്ന് നിർത്തിയില്ല. നേരെ അൽ ബഖറ കഴിഞ്ഞപ്പോൾ സൂറത്ത് നിസാ തോന്നി. ഞാൻ വിചാരിച്ചു നിസാ കഴിഞ്ഞാൽ നിർത്തിയില്ല. പിന്നെ വീണ്ടും ആല് ഇംറാൻ ആരംഭിച്ചു ഒരു റക്അത്തിൽ. അതിൽ തന്നെ സാവകാശം തർത്തീലായി ദുആയുടെ അവസരം വരുന്ന സമയത്ത് ദുആ നടത്തിക്കൊണ്ട് അങ്ങനെ നമസ്കരിച്ചു. അതാണ് നമസ്കാരത്തിൽ ഖുശൂ എന്ന് പറഞ്ഞത്. അപ്പൊ ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കും ഇത്. ഉറപ്പുണ്ടോ? എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്? അതിൻ്റെ അടിയിലാണ് നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്തപ്പോൾ കയറി. അത് കഴിഞ്ഞിട്ട് വേണം ഫന്തശിറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുകയും നിങ്ങൾ അള്ളാഹിൻ്റെ ഫദ്ലുകൾ ആഗ്രഹിച്ചു കൊള്ളുക, തേടിക്കൊള്ളുക. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഇനി ആ തേടിപ്പിടിക്കലിൻ്റെ ഇടയിൽ ഒരു യാത്രയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കുമോ എന്നറിയില്ല, ഒരു അറ്റാക്കായി മരണപ്പെടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കും. രാത്രികാലത്ത് കിടന്നുറങ്ങി സുബഹിക്ക് എണീക്കാത്ത എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അവസാന ആ നിസ്കാരം നല്ല രൂപത്തിൽ ആയിരിക്കണം എന്നൊരു ചിന്ത. അതേപോലെ തന്നെ നമുക്ക് ഖുശൂ ഉണ്ടാകാനുള്ള മറ്റൊന്ന്, നിസ്കാരത്തിൽ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ഏകദേശം മനസ്സിലാക്കുക. നിസ്കാരത്തിൽ അധികം പറയുന്നത് അല്ലാഹു അക്ബർ,
നമ്മൾ ഈ കൂലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നല്ലാതെ എന്താണ് ഈ അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എൻ്റെ പണമല്ല, അല്ല പറയുന്നതനുസരിച്ച് ഞാൻ പണം ഉണ്ടാക്കുള്ളൂ, ഞാൻ വിനിയോഗിക്കുള്ളൂ. എനിക്ക് റബ്ബാണ് വലുത്. എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ ദീനിന് എതിരായി വല്ലതും പറഞ്ഞാൽ അത് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണെങ്കിൽ അവളെ മാറ്റി നിർത്തി ഞാൻ റബ്ബിനെ സ്വീകരിക്കുള്ളൂ. റബ്ബാണ് വലുത്. ഭരണാധികാരി പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ റബ്ബിന് എതിരായി പറഞ്ഞാൽ അവിടെ അല്ലാഹു അക്ബർ, എൻ്റെ റബ്ബാണ് ഏറ്റവും വലുതെനിക്ക്. അതവിടെ പ്രതിജ്ഞ ചെയ്യുക. റുക്കൂവിലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, പിന്നെ എഴുന്നേൽക്കുമ്പോൾ, നിസ്കാരം ഒക്കെ നമ്മൾ അടിക്കടി പറയാണ് എന്ത്? അല്ലാഹു അക്ബർ. അപ്പൊ അതിൻ്റെ ആശയം മനസ്സിലാക്കണ്ടേ? അതേപോലെ സുബ്ഹാൻ, സുബ്ഹാൻ റബ്ബിയൽ അലീം, സുബ്ഹാൻ റബ്ബിയൽ അഅല. എന്താ അതിൻ്റെ അർത്ഥം? നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആയത്ത് സുബ്ഹാനല്ലാഹ്, പിന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, പിന്നെ കേൾക്കുള്ളൂ. അതങ്ങനെ നമ്മൾ അങ്ങനെ ആയി തീർന്നിരിക്കുന്നു. ദിക്റൊക്കെ ഉണ്ടാകും, പക്ഷെ എങ്ങനെ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ? റബ്ബേ, നീ പരമപരിശുദ്ധനാകുന്നു, നിനക്ക് യാതൊരുവിധ കുറവുകളുമില്ല, നിനക്ക് യാതൊരുവിധ ന്യൂനതകളുമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, തൂങ്ങി ഉറക്കമോ ബാധിക്കാത്തവനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. മൂന്നാളുകൾ രഹസ്യം പറയുമ്പോൾ നാലാമനായി അല്ലാഹു ഉണ്ട്. അങ്ങനെ എല്ലാ നന്മയുടെയും പൂർണ്ണതയിലെത്തിയ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിനാണ് ഏറ്റവും നല്ല നാമങ്ങൾ. അപ്പൊ അല്ലാഹ്ക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, ജനിച്ചവനല്ല, ജനിപ്പിക്കുന്നവനല്ല, പെൺമക്കളില്ല, ആൺമക്കളില്ല, ഒരു ന്യൂനതയില്ല. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയണം. നമസ്കാരത്തിൽ ഓതുന്ന അൽ ഫാത്തിഹയുടെ അർത്ഥം, നമസ്കാരത്തിൽ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകളുടെ അർത്ഥമെങ്കിലും QHLS പോലുള്ള സംവിധാനങ്ങൾ പോയി പഠിച്ച്, പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളിലൂടെ പഠിച്ച്, നമ്മുടെ കയ്യിലുള്ള അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനമൊക്കെ നോക്കി അതിൻ്റെ ആശയതലങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഓതുനെന്താ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിയത്. അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ആ നമസ്കാരത്തിൽ ഒരു ഖുശൂ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ഒരു നമസ്കാരത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുവാനും നമ്മൾക്ക് നമസ്കാരത്തിൻ്റെ കൂലി കമ്മിയാക്കി തരുവാനും വേണ്ടി പിശാച് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ശൈത്താൻ നമ്മളെ വഴിവഴപ്പിക്കാൻ പിന്നാലെയുണ്ട്, നിസ്കാരത്തിലടക്കം എന്നൊരു ചിന്ത ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നവരെ പള്ളിയിലുണ്ടാവും. ആര്? ശൈത്താൻ, ഇബ്ലീസ്. ബാങ്ക് കൊടുക്കുന്നവനെ കേൾക്കാൻ കഴിയില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേൾക്കില്ല. അത് കേൾക്കുന്നതോടുകൂടി ബാങ്ക് കേൾക്കാത്ത ദൂരത്തിലേക്ക് അവൻ പോവും, പിന്നെ വീണ്ടും വരും. നമ്മളാൾക്കാർ എപ്പോഴും പള്ളിയിലുണ്ടാവില്ല, ഇപ്പം എല്ലാ സമയത്തൊക്കെ ഉണ്ടാവുന്നതാണ്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും പോവും, അത് കഴിഞ്ഞാൽ വീണ്ടും വരും. എന്നിട്ട് നിസ്കരിക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തോന്നിപ്പിച്ചു, ഉദ്കുർ കഥാ വകഥാ. ആലോചിച്ച് നോക്ക്, ചിന്തിച്ചു നോക്ക്, കിട്ടാനുള്ള എത്രയാണ്, കൊടുക്കാനുള്ള എത്രയാണ്, പ്ലാനിങ് എന്താണ്. അതിനെ പണ്ട് കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ ഓലെന്താ പറഞ്ഞു ഒക്കെയാണ് ഓർപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഖിൻസിബ് എന്ന് പറയുന്ന ശൈത്താനാണ് ഈ പരിപാടി. റസൂൽ അങ്ങനെ ഖിൻസിബ് എന്ന് പറയുന്ന ഖദ് ഹാല ബൈനി വബൈന സ്വലാത്തി. മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെയും എൻ്റെ നിസ്കാരത്തിൻ്റെയും ഇടയിൽ പിശാച് മറയിടുന്നു. ഓരോന്നിങ്ങനെ തോന്നിപ്പിച്ചു തരാം.
അദാക ശൈത്വാനും യുഖാലു ഖിൻസിബ്, ഖിൻസിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശൈത്വാനാണ് അത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. അപ്പൊ പിശാച് നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് നിസ്കാരത്തിൽ എന്ന ഓർമ്മയോടുകൂടി, ഒരു ശത്രു പിന്നാലെയുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ നിസ്കരിക്കണം. അങ്ങനെ പോവും നമസ്കാരത്തിൻ്റെ പിന്നെ എന്താണ് മഖാസിദ് അസ്വല, നമസ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നമസ്കാരത്തിന് ഖുശൂ ഏതായിരുന്നാലും അത് മുന്നിൽ, അതായിരിക്കും നമ്മുടെ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം.